സമയമായപ്പോൾ യേശു തമ്പുരാൻ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. 12 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. അവൻ അവരോട്, ഞാൻ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിപ്പാൻ വളരെ ആഗ്രഹിച്ചു. എന്നാൽ ദൈവരാജ്യത്തിൽ വെച്ച് നിവർത്തിതമാകുന്നവരെ ഇനിയും ഇത് ഞാൻ ഭക്ഷിക്കയില്ലെന്ന് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. പിന്നെ അവൻ പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്തിട്ട്, ഇത് നിങ്ങൾ വാങ്ങി ഭാഗിച്ചെടുപ്പീൻ. എന്നാൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിച്ചാറ് ഞാൻ കുടിക്കയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി അവർക്ക് കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിക്കുവേനെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രമെടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. എങ്കിലും ഇതാ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ്റെ കൈ മേശമേലിരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട പ്രകാരം മനുഷ്യപുത്രൻ പോകുന്നുവെങ്കിലും അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ മനുഷ്യന് ഹാകഷ്ടം.